ഇറാനെ ആക്രമിക്കാൻ വ്യോമതാവളം വിട്ടു നൽകില്ലെന്ന് സ്പെയിൻ. ഇറാനെതിരെ ആക്രമണം നടത്താൻ തങ്ങളുടെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പെയിൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ US യുദ്ധവിമാനങ്ങൾ രാജ്യം വിട്ടു. ഇറാനെതിരായ US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തെ സ്പെയിൻ അപലപിക്കുകയും ചെയ്തു. ഇറാനെതിരായ US ആക്രമണം അന്താരാഷ്ട്ര നിയമത്തെ ലംഘിക്കുന്നതും ന്യായീകരിക്കാനാവാത്തതുമാണെന്നാണ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തുറന്നടിച്ചത്. സ്പെയിനിൽ പ്രധാനമായും രണ്ട് വലിയ സൈനിക കേന്ദ്രങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്: റോട്ട നേവൽ ബേസും മോറോൺ എയർ ബേസും. ഇവ രണ്ടും സ്പാനിഷ് സേനയുടെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കാൻ സ്പെയിൻ അനുമതി നിരസിച്ചതോടെ US സ്പെയിൻ സംയുക്ത നിയന്ത്രണത്തിലുള്ള റോട്ട, മൊറോൺ താവളങ്ങളിൽ നിന്നും 15 US വിമാനങ്ങൾ തിരിച്ചുപോയി. ജർമ്മനിയിലെ റാംസ്റ്റീൻ വ്യോമത്താവളത്തിലേക്ക് വിമാനങ്ങൾ പോയത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 പ്രകാരം 15 US വിമാനങ്ങൾ തെക്കൻ സ്പെയിനിലെ താവളങ്ങളിൽ നിന്നും പോയിട്ടുണ്ട്. കുറഞ്ഞത് 7 വിമാനങ്ങളെങ്കിലും ജർമ്മനിയിലെ റാംസ്റ്റർ എയർബേസിൽ ഇറങ്ങിയതായും ഫ്ലൈറ്റ് റഡാറിൽ കാണിക്കുന്നു. സംയുക്ത ഉപയോഗ ക്രമീകരണത്തിന് കീഴിലാണ് സ്പെയിനിലെ US താവളങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവ സ്പാനിഷ് പരമാധികാരത്തിന് കീഴിലാണെന്ന് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ പ്രത്യാക്രമണങ്ങളെയും സ്പെയിൻ അപലപിച്ചു. ഇറാനെതിരായ ആക്രമണത്തിന് നേരത്തെ ബ്രിട്ടൻ തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലുടനീളമുള്ള US ആസ്തികളെയും ഗൾഫ് മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇറാൻ പ്രത്യാക്രമണങ്ങളോട് ഞായറാഴ്ച പ്രധാനമന്ത്രി സ്റ്റാർമർ അവ ഉപയോഗിക്കാൻ അനുമതി നൽകി. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ആക്രമണം ലോകത്തെ അസ്ഥിരമാക്കുകയാണെന്ന് ശനിയാഴ്ച സാഞ്ചസ് പറഞ്ഞു. സംഘർഷത്തിന് ശാശ്വതമായ ഒരു രാഷ്ട്രീയ പരിഹാരം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞായറാഴ്ച ബാഴ്സലോണയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വീണ്ടും വിഷയത്തിലേക്ക് മടങ്ങി. ഇന്ന് എക്കാലത്തേക്കാളും കൂടുതൽ ഇറാനിയൻ ഭരണകൂടത്തിന്റെ കാര്യത്തിൽ സ്പാനിഷ് സമൂഹം മൊത്തത്തിൽ ചെയ്യുന്നത് പോലെ വെറുപ്പ് നിറഞ്ഞ ഒരു ഭരണകൂടത്തിനെതിരെയും അതേസമയം അന്താരാഷ്ട്ര നിയമത്തിന് പുറത്തുള്ള ന്യായീകരിക്കാത്തതും അപകടകരവുമായ സൈനിക ഇടപെടലിനെതിരെയും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെന്ന് ഓർമ്മിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അംഗരാജ്യങ്ങളുടെ പ്രതിരോധ ചെലവ് GDPയുടെ 5% വർദ്ധിപ്പിക്കണമെന്ന നാറ്റോയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ വിസമ്മതിച്ചതിന് കഴിഞ്ഞ വർഷം സ്പെയിനിനെ രൂക്ഷമായി വിമർശിച്ച ട്രംപിന് സാഞ്ചസിന്റെ തുറന്ന വിമർശനങ്ങൾ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കാൻ സാധ്യതയില്ല. എന്നാൽ സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ യൂറോപ്പിലെ ഏറ്റവും തുറന്നു പറച്ചിലുകാരിൽ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പദവിക്ക് അനുസൃതമാണ്. ഗസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തെയും അതിനോടുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണത്തെയും ഏറ്റവും ശക്തമായി വിമർശിക്കുന്നവരിൽ ഒരാളാണ് സാഞ്ചസ്. വിദേശത്ത് ഭരണമാറ്റം ഉറപ്പാക്കാനുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ ശ്രമത്തിൽ മറ്റ് യൂറോപ്യൻ നേതാക്കൾ തങ്ങളുടെ പന്തയങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ആക്രമണങ്ങളുടെ നിയമസാധുതയെക്കുറിച്ചുള്ള സംശയങ്ങൾ കാരണം UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തുടക്കത്തിൽ US സേനയ്ക്ക് ഡീഗോ ഗാർസിയായോ മറ്റ് UK വ്യോമതാവളങ്ങളോ ഉപയോഗിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ലക്ഷ്യങ്ങളിൽ ഇറാൻ പ്രതികാര മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര ആരംഭിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച അദ്ദേഹം തന്റെ നിലപാട് മാറ്റി. അതിലൊന്ന് സൈപ്രസിലെ UK വ്യോമതാവളത്തെ ആക്രമിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.